ശാസ്ത്രത്തിന് നോബൽ കുടുംബത്തെ സമ്മാനിച്ച ഒരു നോബൽ മാതാവിനെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. മേരി ക്യൂറി അഥവാ മാഡം ക്യൂറി എന്നറിയപ്പെടുന്ന റേഡിയം, പൊളോണിയം എന്നിവയുടെ കണ്ടെത്തലിന് പിന്നിൽ പ്രവർത്തിച്ച ലോകത്തിൻ്റെ ശാസ്ത്ര മാതാവ്, നോബൽ മാതാവ്. 1867 നവംബർ മാസം 7-ാം തീയതി പോളണ്ടിലാണ് ജനനം. 1934 ജൂലൈ 6-ാം തീയതി തൻ്റെ 66-ാമത്തെ വയസ്സിലാണ് ഈ മേരി ക്യൂറി ഈ ലോകത്തോട് യാത്ര പറയുന്നത്. സംഭവബഹുലമായ ഈ 66 വർഷങ്ങളെ ശാസ്ത്രത്തിൻ്റെ വർഷങ്ങൾ എന്ന് നമുക്ക് നാമകരണം ചെയ്യാം. 1867 പോളണ്ടിലെ വാർസയിലാണ് ഒരു ഫിസിക്സ് അധ്യാപകൻ്റെ മകളായാണ് മേരി ക്യൂറി ജനിക്കുന്നത്. മേരി സ്ക്ലോഡോസ്ക ക്യൂറി എന്നാണ് മുഴുവൻ പേര്. മരിയ എന്ന വെളിപ്പേരാണ് മേരി ക്യൂറിക്ക് ഉണ്ടായിരുന്നത്. ബ്രോണിയ എന്ന ജ്യേഷ്ഠ സഹോദരിയും ഉണ്ടായിരുന്നു. അമ്മ ഒരു ഗേൾസ് സ്കൂളിലെ പ്രിൻസിപ്പാളായി. ശാസ്ത്രമേഖലയിൽ പ്രവർത്തിക്കുന്ന അധ്യാപക ദമ്പതികളുടെ മകൾ എന്ന നിലയിൽ വളരെ രസകരമായ, ശാസ്ത്ര ഉത്സുകമായ ഒരു ബാല്യമായിരുന്നു മേരി ക്യൂറിക്ക് ഉണ്ടായിരുന്നത്. എന്നാൽ ആ കാലഘട്ടത്തിൽ സാറിസ്റ്റ് റഷ്യയുടെ ഭാഗമായ പോളണ്ട് അത്ര സുഖകരമായ അന്തരീക്ഷമല്ല വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായിരുന്നത്. വനിതാ വിദ്യാഭ്യാസത്തെ വേണ്ടത്ര പ്രോത്സാഹിപ്പിക്കാതിരുന്ന ഒരു പ്രദേശത്തായിരുന്നു മരിയ ജീവിച്ചിരുന്നത്. മാത്രമല്ല, ഇവരുടെ സന്തോഷങ്ങൾ, ചെറുപ്പകാല സന്തോഷങ്ങൾ കൂടുതൽ കാലം നിലനിൽക്കാൻ സാധിക്കാതെ പോയ മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. സാർ ചക്രവർത്തിക്കെതിരെയുള്ള നീക്കങ്ങളിൽ പോളണ്ടിൻ്റെ ജനതയോടൊപ്പം നിലയുറപ്പിച്ച വ്യക്തിയായിരുന്നു മേരി ക്യൂറിയുടെ പിതാവ്. ഈ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ജോലി അദ്ദേഹത്തിന് നഷ്ടമായി. മാത്രമല്ല, രോഗിണിയായ അമ്മ രോഗശയ്യയിൽ നിന്ന് റിക്കവർ ചെയ്യാതെ മരണത്തിന് കീഴടങ്ങുകയും ചെയ്തു. ഈ രണ്ട് ആഘാതങ്ങളും മേരിയുടെ കുടുംബത്തെ വളരെയധികം പിടിച്ചുലച്ചു. ദാരിദ്ര്യത്തിൽ, പട്ടിണിയിൽ ആ കുടുംബം പിടിപെട്ടു. അങ്ങനെ നിത്യവൃത്തിക്ക് പോലും ഗതിയില്ലാത്ത വിധം ദാരിദ്ര്യത്തിലാണ്ട ആ കുടുംബത്തിന് 2 പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം കഷ്ടിച്ച് ഹൈസ്കൂൾ ലെവലിൽ എന്ന അർത്ഥത്തിൽ പൂർത്തിയാക്കാനേ സാധിച്ചുള്ളൂ. തുടർന്ന് പഠിക്കാൻ മിടുക്കികളായ മക്കൾക്ക് വേണ്ടി തുടർന്ന് വിദ്യാഭ്യാസ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി അച്ഛന് കഴിയാതെ പോയി. പക്ഷേ പഠിക്കാനുള്ള ആഗ്രഹം ഈ കുട്ടികളുടെ ഉള്ളിൽ അതിയായി വളർന്നതുകൊണ്ട് ബ്രോണിയയും മരിയയും ഒരു കാര്യം തീരുമാനിച്ചു. മരിയയാണ് ആ സജഷൻ മുന്നോട്ട് വെച്ചത്. മൂത്ത ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട വിഷയം പഠിക്കാൻ വേണ്ടി ഞാൻ വീടുകളിൽ പോയി ട്യൂഷൻ എടുത്ത് പൈസ സമ്പാദിക്കാം. മേരി ക്യൂറി വീടുകളിൽ ഹോം ട്യൂഷൻ ചെയ്ത് താമസിച്ച് പഠിപ്പിച്ച് കുട്ടികളെ പഠിപ്പിച്ച് കിട്ടുന്ന ചെറിയ വരുമാനം ബ്രോണിയയുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് വേണ്ടി ചെലവിട്ടു. അങ്ങനെ ബ്രോണിയ വിദേശത്ത് പോയി, പാരീസിൽ പോയി പഠിക്കാൻ തീരുമാനിച്ചു. അവരുടെ ഇടയിലുള്ള കരാർ ഇങ്ങനെയായിരുന്നു: ബ്രോണിയ പഠിച്ച് ജോലിയാവുന്ന മുറയ്ക്ക് ബ്രോണിയയുടെ ചെറിയ ശമ്പളത്തിൽ നിന്ന് വരുമാനം ഉപയോഗിച്ച് തന്നെ മരിയയ്ക്കും പഠിക്കാം എന്ന ഒരു കണ്ടീഷനായിരുന്നു അവർ തമ്മിൽ ഉണ്ടാക്കി വച്ചിരുന്നത്. ഈ സാഹചര്യത്തിൽ മേരി ക്യൂറിയുടെ ജീവിതത്തെ മാറ്റിമറിച്ച ഒരു സംഭവം ഉണ്ടായി. താൻ ട്യൂഷൻ എടുക്കുന്ന വീട്ടിലെ ഒരു ആൺകുട്ടിയുമായി മരിയ സ്നേഹബദ്ധയാവുകയും വിവാഹം വരെ എത്തി നിൽക്കേണ്ട ഒരു ഘട്ടത്തിലെത്തുകയും ചെയ്തു. പക്ഷേ നിർഭാഗ്യവശാൽ ദരിദ്രയായ ഒരു പെൺകുട്ടിയെ സ്വീകരിക്കാൻ സമ്പന്നനായ ആ മകൻ തയ്യാറായില്ല. ഇത് മരിയയുടെ ജീവിതത്തിൽ വളരെ വലിയ ആഘാതമാണ് ഉണ്ടാക്കിയത്. മേരിക്ക് വെറുപ്പ് തോന്നിയ സാഹചര്യം പാരീസിലേക്ക് ആ ഇടയ്ക്കാണ് പഠിക്കാൻ 24-ാമത്തെ വയസ്സിൽ. ആ കാലമായപ്പോഴേക്കിനെ ബ്രോണിയയുടെ പഠനം പൂർത്തിയായി. ബ്രോണിയയുടെ സഹായവും അഭ്യർത്ഥനയും കൂടി പരിഗണിച്ചുകൊണ്ട് മേരി ക്യൂറി പാരീസിലേക്ക് യാത്രയാവുകയാണ്. ഇതൊരു ചരിത്ര യാത്രയായിരുന്നു. ആ കാലത്ത് പോളണ്ടിൽ വനിതാ വിദ്യാഭ്യാസത്തിന് യാതൊരു സൗകര്യമില്ലാത്തതുകൊണ്ട് പാരീസിൽ ചെന്ന് അവിടെ ചെന്ന് വേണമായിരുന്നു ഇവർക്ക് വിദ്യാഭ്യാസം നിർവഹിക്കാൻ. ആ യാത്ര ഒരു ശാസ്ത്രത്തിൻ്റെ തുടക്കയാത്ര എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. പാരീസിലേക്കുള്ള തീവണ്ടിയിൽ ഒരു കോമൺ കമ്പാർട്ട്മെൻറ്റിൽ യാത്ര ചെയ്യുന്ന മരിയ, ഗ്രാമീണ ജനങ്ങൾ തിങ്ങി നിറഞ്ഞ കമ്പാർട്ട്മെൻറ്റ്, എല്ലായിടത്തും നാടൻ ആളുകളുടെ സംഭാഷണങ്ങളും ഒരു കോമൺ കോച്ച് എന്ന രൂപത്തിലുള്ള കമ്പാർട്ട്മെൻറ്റിൽ ഒരു സ്വർണ്ണ തലമുടിയുള്ള ശാന്ത സ്വഭാവക്കാരിയായ തിളങ്ങുന്ന കണ്ണുകളോടുള്ള ഒരു വെളുത്ത മെലിഞ്ഞ പെൺകുട്ടി യാത്ര ചെയ്യുകയാണ്. ചില സമയത്ത്
അവരുടെ ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് വേണ്ടി ഭക്ഷണം കഴിക്കാൻ വേണ്ടി തുറക്കുന്ന സമയത്ത് പൂത്ത റൊട്ടിയുടെയും അതുപോലെ തന്നെ പഴകിയ ചീസിൻ്റെയും വാസന ആ കമ്പാർട്ട്മെൻറ്റിനെ ദുസ്സഹമാക്കി എന്ന് വരെ പറഞ്ഞു കേൾക്കാറുണ്ട്. ഇങ്ങനെ കടുത്ത ദാരിദ്ര്യത്തിലും പട്ടിണിയിലും അതുപോലെ തന്നെ പഠിക്കാനുള്ള ആഗ്രഹം കൈവിടാതെ സൂക്ഷിച്ച് മുന്നോട്ട് പോയ വ്യക്തിയാണ് മേരി ക്യൂറി. അങ്ങനെ പാരീസിലെത്തുന്നു. പാരീസിലെത്തി പഠനത്തിന് ചേരുന്ന സമയത്ത് ബ്രോണിയയുടെ അഭ്യർത്ഥന പ്രകാരം തൻ്റെ വീട്ടിൽ താമസിച്ച് പഠിക്കണം എന്ന അഭ്യർത്ഥന പ്രകാരം ആ ഇടയ്ക്ക് ബ്രോണിയയുടെ വിവാഹവും ഭർത്താവുമൊത്തുള്ള ജീവിതത്തിൽ താൻ ഒരു ബാധ്യതയാവരുത് എന്ന ധരിച്ചുകൊണ്ട് മേരി ക്യൂറി സ്വന്തം തന്നെ ആ ഒരു റിക്വസ്റ്റിനെ നിരസിക്കുകയാണ് ചെയ്യുന്നത്. തുടർന്ന് യൂണിവേഴ്സിറ്റിയിലെ ബിരുദ പഠനത്തിനോടൊപ്പം അതീവ താല്പര്യത്തോടു കൂടിയുള്ള പഠനം മുന്നോട്ട് കൊണ്ടുപോകുന്ന മേരിയെ കൗതുകത്തോടെയാണ് എല്ലാ വിദ്യാർത്ഥികളും ശ്രദ്ധിച്ചത്. തിളങ്ങുന്ന കണ്ണുകളോടെ സ്വർണ്ണ തലമുടിയുള്ള ആ കുട്ടിയുടെ പ്രതികരണങ്ങൾ എല്ലാവരെയും ശാസ്ത്ര പ്രതികരണങ്ങൾ എല്ലാവരെയും ഞെട്ടിക്കുന്ന പ്രതികരണങ്ങളായിരുന്നു. അങ്ങനെ ദാരിദ്ര്യത്തിൽ പലപ്പോഴും വായന, വീണ്ടും വായന, പരീക്ഷണങ്ങൾ, പഠനം ഈ മേഖലയിൽ അവരുടെ ജീവിതം തള്ളി നീക്കിയ മേരി ഒരുപക്ഷെ വിശപ്പ് എന്ന കാര്യം മറന്നുപോയിരുന്നു എന്ന് വേണം പറയാൻ. വിശപ്പ് കൊണ്ടും അതുപോലെ തന്നെ പോഷകാഹാരത്തിൻ്റെ കുറവ് കൊണ്ടും പലപ്പോഴും തലചുറ്റി വീണ സന്ദർഭങ്ങൾ പോലും മേരിക്കുണ്ടായിരുന്നു. വയറിലെ അസ്വസ്ഥമായ വേദന വിശപ്പിൻ്റെ വേദനയാണെന്ന് തിരിച്ചറിയാതെ പഠനത്തിൽ മുഴുകിയ ഒരു വ്യക്തിയായിരുന്നു മേരി. ബിരുദ പരീക്ഷയുടെ റിസൾട്ട് വന്ന സമയത്ത് ഈ സ്വർണ്ണ തലമുടിക്കാരിയാണ് 1ാം റാങ്ക് നേടി വിജയം കരസ്ഥമാക്കിയത്. തുടർന്ന് മേരിയുടെ ശാസ്ത്ര മേഖലയിലുള്ള വളർച്ച ആരംഭിക്കുകയാണ്. 1894 ഫ്രഞ്ച് ശാസ്ത്രകാരനായ പിയറി ക്യൂറിയുമായി പരിചയപ്പെട്ടു. ഈ പരിചയം ഒരു ശാസ്ത്ര ജീവിതത്തിൻ്റെ തുടക്കമായി മാറി. തൻ്റെ ജീവിതത്തോടൊപ്പം വരാൻ വേണ്ടി പിയറി ആവശ്യപ്പെട്ടപ്പോൾ വളരെ ആലോചിച്ച് 10 മാസത്തെ സമയമെടുത്തുകൊണ്ടാണ് മേരി അതിന് മറുപടി നൽകുന്നത്. അങ്ങനെ ഒരു ശാസ്ത്ര ദമ്പതികളുടെ ജീവിതം ആരംഭിക്കുകയാണ്. പിസ ഇലക്ട്രിക് പ്രഭാവം കണ്ടെത്തിയ പിയറി അന്ന് തന്നെ പ്രസിദ്ധനായിരുന്നു. അങ്ങനെ 1895 അവരുടെ വിവാഹം നടന്നു. ഇവരുടെ വിവാഹത്തിന് ശേഷം പിയറി ക്യൂറിയുടെ ഒരു ചെറിയ സംവിധാനത്തിൽ അവരുടെ വീടിൻ്റെ ജീവിതം ആരംഭിക്കുകയാണ്. പിയറിയുടെ ഗവേഷണങ്ങളിലും തുണയായി മുന്നോട്ട് പോയി. മേരിയുടെ പേരും ചേർത്താണ് പിയറി സ്വയം അറിയപ്പെടാൻ ആഗ്രഹിച്ചത്. അങ്ങനെയാണ് പിയറി ക്യൂറി എന്ന പേർ അദ്ദേഹം പലപ്പോഴും ഉപയോഗിച്ചു തുടങ്ങിയത്. ആ ഇടയ്ക്ക് ഹെൻറി ബെക്കറൽ കണ്ടെത്തിയ റേഡിയോ ആക്ടിവിറ്റിയുടെ പരീക്ഷണങ്ങളിൽ മേരി ക്യൂറിയുടെ ശ്രദ്ധ പതിഞ്ഞു. അങ്ങനെ മേരി ക്യൂറി പിയറി ക്യൂറിയും ചേർന്ന് റേഡിയോ ആക്ടിവിറ്റികളിൽ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. 1898 ജൂലൈയിൽ റിച്ച്ബ്ലൻഡിൽ മറ്റൊരു മൂലകം ഉണ്ട് എന്ന് മേരി ക്യൂറി കണ്ടെത്തുകയാണ്. 1898 തന്നെ ആ ഒരു വസ്തുവിനെ വേർതിരിച്ചെടുക്കാൻ വേണ്ടി മേരി ക്യൂറിക്ക് സാധിച്ചു. തൻ്റെ നാടായ പോളണ്ടിനെ അനുസ്മരിച്ചുകൊണ്ടാണ് ആ പേർ അവർ നൽകിയത്. വർഷങ്ങൾക്ക് ശേഷം ഇതിൽ ഇനിയും റേഡിയോ ആക്റ്റീവത ഉള്ള മറ്റൊരു പദാർത്ഥം കൂടി ഉണ്ട് എന്ന സംശയത്തിൻ്റെ പേരിൽ ഗവേഷണങ്ങൾ തുടരുകയും റേഡിയത്തിൻ്റെ കണ്ടെത്തലിലേക്ക് അത് നയിക്കുകയും ചെയ്തു. 1903 ഹെൻറി ബെക്കറലിനോടൊപ്പം മാഡം ക്യൂറിയും പിയറി ക്യൂറിയും നോബൽ സമ്മാനം പങ്കിട്ടു. ഈ നോബൽ സമ്മാനത്തിൻ്റെ തുക ഇവരുടെ ദരിദ്ര ജീവിതത്തിൽ ഒട്ടധികം സ്വാധീനം ചെലുത്തി. എന്നുവെച്ചാൽ അവരുടെ വീട്ടിലെ കുളിമുറിക്ക് ടൈൽസ് ഇടുന്ന അതടക്കം ഒരു കൊച്ചു പരീക്ഷണശാല ആരംഭിക്കുന്നതടക്കമുള്ള ഒരുപാട് ദാരിദ്ര്യമായി ബന്ധപ്പെട്ട് കഴിഞ്ഞിരുന്ന അവർക്ക് ഒരുപാട് സഹായമായിരുന്നു ആ ഒരു സമ്മാനത്തുക. മാത്രമല്ല പോളണ്ടിലെ ശാസ്ത്ര ഗവേഷകർക്ക് സ്കോളർഷിപ്പ് നൽകുന്നതിനും അതുപോലെ തന്നെ സയൻസ് സ്ഥാപനങ്ങൾക്ക് ചെറിയ പിരിവ് നൽകുന്നതിനും അതുപോലെ തന്നെ ഒരുപാട് ആളുകൾക്ക് സഹായകമായും ഈ നോബൽ സമ്മാന തുകയെ മേരി ക്യൂറി നൽകാൻ മടിച്ചില്ല. 1911 പൊളോണിയം, റേഡിയം എന്നിവയുടെ വേർതിരിച്ചെടുക്കലിന് അവർക്ക് രസതന്ത്രത്തിലെ നോബൽ സമ്മാനവും ലഭിക്കുകയുണ്ടായി. 2 വിഷയങ്ങളിൽ നോബൽ സമ്മാനം ലഭിക്കുന്ന ആദ്യത്തെ വ്യക്തിയായി അങ്ങനെ മേരി ക്യൂറി മാറുകയാണ്. 1906 വളരെ ദാരുണമായ സംഭവം അവരുടെ ജീവിതത്തിൽ സംഭവിക്കുകയാണ്. പിയറി ക്യൂറി ഒരു വാഹനാപകടത്തിൽ നടുറോഡിൽ വെച്ച് മരണമടയുന്നു.
ഒരു കുതിരവണ്ടി അയാളുടെ തലയിലൂടെ കയറിയിറങ്ങുന്ന ദാരുണമായ കാഴ്ച അന്നത്തെ ആ തെരുവ് സാക്ഷ്യം വഹിച്ചു. തൻ്റെ ജീവിതത്തിൽ ഏറ്റവും താങ്ങായി നിന്നിരുന്ന പിയറി ക്യൂറിയുടെ മരണം മേരി ക്യൂറിയെ വല്ലാതെ വളരെ വലിയ ആഘാതമാണ് സംഭവിപ്പിച്ചത്. എന്നാൽ ആ ആഘാതത്തിൽ നിന്നും ആ വനിത വീണ്ടും ഉയർത്തെഴുന്നേറ്റു. അവരുടെ കുടുംബജീവിതത്തിൽ 1897 ആദ്യത്തെ മകളായ ഐറിൻ ക്യൂറി ജനിക്കുകയുണ്ടായി. തുടർന്ന് 1904 അവരുടെ രണ്ടാമത്തെ മകളായ ഈവ് ക്യൂറിയും ജനിച്ചു. അമ്മ, ഭാര്യ, ഗവേഷക, അതുപോലെ തന്നെ അധ്യാപിക എന്നീ 4 നിലകളിലും ഒരേപോലെ വിജയം നേടാൻ വേണ്ടി കഠിനമായി പരിശ്രമിച്ച ഒരു വ്യക്തിയായിരുന്നു മേരി ക്യൂറി. പിയറി ക്യൂറിയുടെ മരണശേഷം അദ്ദേഹം ജോലി ചെയ്തിരുന്ന സെർബിയ യൂണിവേഴ്സിറ്റിയിലെ ഫിസിക്സ് പ്രൊഫസറായി മേരി ക്യൂറിക്ക് സ്ഥാനമേൽക്കേണ്ടി വന്നു. എന്നാൽ അവരെ സ്നേഹിക്കുന്ന വിദ്യാർത്ഥികൾ അവരെ കേൾക്കാൻ വേണ്ടി ആയിരക്കണക്കിന് ആളുകളാണ് അന്ന് ആ വേദിയിൽ തടിച്ചുകൂടിയത്. മേരി ക്യൂറി ഭർത്താവിൻ്റെ മരണശേഷം ആ വേദിയിൽ ക്ലാസ് എടുക്കുന്നതിന് വേണ്ടിയാണ് മേരി ക്യൂറി വന്നിരിക്കുന്നത്. ഇവരെ എല്ലാം ആകാംക്ഷയിലുണ്ടായിരുന്നത് ഇവർ എന്താണ് പറയുക, എങ്ങനെയാണ് ഭർത്താവിൻ്റെ ക്ലാസ് മുറിയെ ഭാര്യയായ മേരി ക്യൂറി അഡ്രസ്സ് ചെയ്യുക. ആ ഇടയ്ക്ക് മറ്റൊരു സംഭവം കൂടിയുണ്ട്. ആ മേഖലയിൽ എത്തിപ്പെടുന്ന ആദ്യത്തെ വനിത കൂടിയായിരുന്നു മേരി ക്യൂറി എന്നതുകൂടി ഓർക്കണം. പുരുഷ മേധാവിത്വം അടക്കി വാണിരുന്ന കാലത്ത് മേരി ക്യൂറി എന്ന വനിതയെ ആ മേഖലയിൽ ഒരുപക്ഷെ അല്ലാതിരുന്ന ഒരു കാലത്താണ് പിയറി ക്യൂറിയുടെ പകരക്കാരിയായി തുടർച്ചയ്ക്ക് എന്നോണം മേരി ക്യൂറി ആ പ്രഭാഷണത്തിന് വേണ്ടി എത്തുന്നത്. എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പിൻവാതിലിലൂടെ ശാന്തമായി കടന്നു വന്ന മേരി ക്യൂറി തൻ്റെ ഭർത്താവായ പിയറി ക്യൂറി എവിടെയാണോ ഗവേഷണ പാഠങ്ങൾ നിർത്തിയത് അവിടെ നിന്ന് തുടങ്ങുന്ന തുടർച്ചയാണ് പ്രസംഗമായി നടത്തിയത്. ഇത് ആ കൂട്ടത്തിൽ കേട്ടുനിന്നിരുന്ന എല്ലാവരെയും കണ്ണീരിലാഴ്ത്തിയ ഒരു അനുഭവമായിരുന്നു. റേഡിയേഷനെക്കുറിച്ചുള്ള ദോഷങ്ങൾ അന്ന് കാലത്ത് അറിയുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ താൻ കണ്ടുപിടിച്ച റേഡിയത്തിൻ്റെയും ദോഷവശങ്ങളെക്കുറിച്ച് അത്ര കണ്ട് ലോകം ബോധവാന്മാരായിരുന്നില്ല. എന്നാലും റേഡിയം അർബുദ ചികിത്സയ്ക്ക് എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്നും അതുപോലെ തന്നെ മുറിവുണക്കാൻ അതുപോലെ തന്നെ ചികിത്സയ്ക്ക് റേഡിയത്തെ എങ്ങനെ ഫലപ്രദമായി ഉപയോഗിക്കാം എന്നും അതിനോടകം മനസ്സിലാക്കിയിരുന്നു. യുദ്ധത്തിൽ പരിക്കേറ്റ ഭടന്മാരെ ചികിത്സിക്കുന്നതിന് വേണ്ടി പല രീതിയിൽ റേഡിയത്തെ മേരി ക്യൂറി ഉപയോഗപ്പെടുത്തി. അതിനുവേണ്ടി ലിറ്റിൽ ക്യൂറീസ് എന്ന ഒരു സേന തന്നെ മേരി ക്യൂറിയുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ റേഡിയേഷൻ ബാധിക്കാതിരിക്കാൻ ഈയത്തിൻ്റെ പടച്ചട്ട വേണം എന്ന് മറ്റുള്ളവർക്ക് നിർദ്ദേശം നൽകിയിരുന്നുവെങ്കിൽ പോലും റേഡിയത്തെയും പൊളോണിയത്തെയും നിത്യം കയ്യിൽ വെച്ച് കൈകാര്യം ചെയ്യുന്ന രീതിയായിരുന്നു മേരി ക്യൂറി ചെയ്തിരുന്നത്. അതിന് തൻ്റെ ശരീരത്തെ വേണ്ടത്ര കെയർ ചെയ്തിരുന്നില്ല എന്നർത്ഥം. എന്ന് വെച്ചാൽ പിച്ച് ബ്ലെൻഡ് എന്ന വസ്തുവിൽ നിന്ന് യുറേനിയത്തിൻ്റെ അയിരിൽ നിന്ന് തോറിയത്തെയും അതുപോലെ തന്നെ ഈ റേഡിയത്തെയും വേർതിരിച്ചെടുക്കാൻ വേണ്ടി വന്ന വലിയ ശ്രമകരമായ പ്രവൃത്തികൾക്ക് വേണ്ടി ഒരു ഇരുട്ട് മുറിയാണ് അവർക്ക് പരീക്ഷണത്തിനായി ലഭിച്ചത്. ആ ഇരുട്ട് മുറിയിൽ വേണ്ടത്ര ശാസ്ത്ര പരീക്ഷണങ്ങൾക്കുള്ള ഒരു സംവിധാനം ഇല്ലാതിരുന്നിട്ട് പോലും അവരുടെ എല്ലാ പരിമിതികളെയും പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ വളരെ വിജയകരമായി വിജയങ്ങൾ നേടിയ വ്യക്തിയായിരുന്നു മേരി ക്യൂറിയും പിയറി ക്യൂറിയും. മേരി ക്യൂറിയോടൊപ്പം എല്ലാ പ്രവർത്തനങ്ങളിലും കൂടെ നിന്നിരുന്ന പിയറി ക്യൂറി പക്ഷേ രസതന്ത്രത്തിൻ്റെ നോബൽ സമ്മാനം മേരി ക്യൂറിക്ക് ലഭിക്കുന്നത് കാണുന്നതിന് ഭാഗ്യമുണ്ടാവാത്ത വ്യക്തിയാണ്. റേഡിയത്തിനെക്കുറിച്ച് അവരുടെ സങ്കല്പങ്ങൾ റേഡിയം എപ്രകാരമാവും, അത് കാണുമ്പോൾ എങ്ങനെയുണ്ടാവും, തിളങ്ങുമോ എന്ന കാര്യങ്ങളിലൊക്കെ പിയറി ക്യൂറി നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ട് ഭാര്യയോടൊപ്പം നിൽക്കുമായിരുന്നു. പക്ഷേ 1906 ഒരു അപകടത്തെ തുടർന്ന് പിയറി ക്യൂറി റോഡിലൂടെ ചിന്തിച്ചു നടന്നിരുന്ന പിയറി ക്യൂറിയുടെ തലയിൽ ഒരു കുതിരവണ്ടിയുടെ ചക്രം കയറി ഇറങ്ങുകയാണ്. ആ വർഷം തന്നെ സർബൺ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർഷിപ്പ് ഏറ്റെടുത്ത് പിയറി തുടങ്ങിവെച്ച പ്രവൃത്തികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ മേരി തീരുമാനിച്ചു. പക്ഷേ മേരിയുടെയും സന്തോഷത്തിന് 1911 രസതന്ത്രത്തിന് നോബൽ സമ്മാനം വാങ്ങുന്നത് കാണാനും പ്രഖ്യാപിക്കുന്നത് കാണാനും പിയറി ഉണ്ടായിരുന്നില്ല. തുടർന്ന് പ്രശസ്തിയുടെ കൊടുമുടിയിലെത്തിയ മേരി ക്യൂറി നിത്യവും അന്ന് നിലനിന്നിരുന്ന ലിംഗ അസമത്വങ്ങൾക്ക് പലപ്പോഴും പാത്രമായിരുന്നു. എന്ന് വെച്ചാൽ വനിതകൾ പല സ്ഥലത്തും കടന്നു വരുന്നതും പല സ്ഥലത്തും പ്രാവീണ്യം നേടുന്നവരാവുന്നതും അന്നത്തെ
ശാസ്ത്രകാരന്മാരുടെ സമൂഹം പോലും വേണ്ടത്ര ഗൗരവത്തിലും സന്തോഷത്തിലും കണ്ടിരുന്നില്ല എന്നർത്ഥം. ഏതായാലും 1935 ഈ ശാസ്ത്രമാതാവിൻ്റെ മകളായ ഐറിൻ ക്യൂറി ഭൗതികശാസ്ത്രത്തിൻ്റെ നോബൽ സമ്മാനം ലഭിക്കുകയുണ്ടായി. പക്ഷേ ഈ നോബൽ സമ്മാനം ഏറ്റുവാങ്ങുന്ന പ്രഖ്യാപിക്കപ്പെടുന്നതിൻ്റെ ഒരു വർഷം മുമ്പേ 1934 മേരി ക്യൂറി ജൂലൈ 6 മേരി ക്യൂറി എന്ന സംഭവബഹുലമായ ശാസ്ത്രമാതാവ് ഈ ലോകത്തോട് വിട പറഞ്ഞിരുന്നു. സമയത്ത് മേരി ക്യൂരിയുടെ മരണവാർത്ത അറിഞ്ഞപ്പോൾ ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞ ഒരു വാക്കുകൾ പ്രസിദ്ധമാണ്. സാമർഥ്യം, ഇച്ഛാശക്തി, തപോബലം, വ്യക്തിനിഷ്ഠത, നിർണയാബോധം എന്നിവയെല്ലാം ഒരു വ്യക്തിയിൽ കാണുന്നത് സ്വാഭാവികമല്ല. ഇതെല്ലാം ഒത്തുചേർന്ന വ്യക്തിത്വമായിരുന്നു മേരി ക്യൂറി. എന്നിട്ടും പൂർണ്ണത ഒരു മരീചികയായി മാത്രമാണ് മേരി ക്യൂറി കണ്ടത്. ഇത് അവരുടെ വിനയം കൊണ്ട് മാത്രമായിരുന്നു. ശാസ്ത്രമേഖലയിൽ സഞ്ചരിക്കുന്ന വ്യക്തികളോട് മേരി ക്യൂറി പറഞ്ഞ ഒട്ടേറെ മഹത് വചനങ്ങൾ ശ്രദ്ധേയമാണ്. നത്തിങ് ഈസ് ടു ബി ഫിയേർഡ്, എവരിത്തിങ് ഈസ് ടു ബി അണ്ടർസ്റ്റുഡ് എന്നാണ് മേരി ക്യൂറിയുടെ ഒരു വാചകം. ഒരു മേഖലയിൽ പ്രാവീണ്യം നേടുന്നവനാവാൻ എന്ത് ചെയ്യണമെന്ന് അവരുടെ വാക്കുകൾ. ശാസ്ത്രത്തിന് വേണ്ടി ജീവിച്ചു മരിച്ച ഒരു മഹാവ്യക്തിയായി 2 തവണ നോബൽ സമ്മാനം നേടിയ വനിത, ഭാര്യ, ഗവേഷക, അമ്മ, ശാസ്ത്രത്തിന് ഒരു നോബൽ കുടുംബത്തെ സമ്മാനിച്ച നോബൽ മാതാവ്. ക്യൂറി കുടുംബത്തിൽ 5 തവണ നോബൽ സമ്മാനം ലഭിച്ചു എന്ന് പറയുമ്പോഴാണ് ആ മഹത്വം നമുക്ക് ബോധ്യമാവുന്നത്. ഇന്ത്യയിൽ ആകെ ശാസ്ത്രത്തിന് നോബൽ സമ്മാനം എത്ര എണ്ണം കിട്ടി എന്നതുപോലും ഈ സമയത്ത് ആലോചിക്കേണ്ടതാണ്. ഇന്ത്യയും പോളണ്ടും തമ്മിലൊരു താരതമ്യം നിങ്ങളുടെ മനസ്സിൽ വരികയാണെങ്കിൽ, പോളണ്ട് എന്ന കൊച്ചു രാജ്യത്തിൽ നിന്ന് ഒരു കുടുംബത്തിലേക്ക് 5 നോബൽ സമ്മാനം ലഭിച്ചു എന്ന അത്ഭുതം നിങ്ങളുടെ മനസ്സിലേക്ക് ഒന്ന് കൊണ്ടുവരാൻ ശ്രമിക്കൂ. 1903 പിയറി ക്യൂറിയും മേരി ക്യൂറിയും ഹെൻറി ബെക്കറലിനോട് ഒപ്പം നിന്നുകൊണ്ട് വാങ്ങിയ നോബൽ സമ്മാനമാണ് ഭൗതികശാസ്ത്രത്തിലെ ഇവർക്ക് ലഭിച്ച ആദ്യത്തെ നോബൽ സമ്മാനം. തുടർന്ന് 1911 രസതന്ത്രത്തിൻ്റെ നോബൽ സമ്മാനം മേരി ക്യൂറിക്ക്, പൊളോണിയത്തെയും റേഡിയത്തെയും കണ്ടെത്തിയതിന്. അപ്പോൾ പൊളോണിയവും റേഡിയവും കണ്ടെത്തുന്ന സമയത്ത് മേരി ക്യൂറി നേരിട്ട ഒരുപാട് അപവാദങ്ങളുണ്ടായിരുന്നു. ഒരു ഭൗതികശാസ്ത്രകാരിയായ ഇവർക്ക് എന്താണ് രസതന്ത്രത്തിൽ സംസാരിക്കാനുള്ള അവകാശം രസതന്ത്രത്തിൻ്റെ ഭാഗത്തുനിന്ന് ചോദിച്ചതാണ്. അതുപോലെ തന്നെ ഭൗതികശാസ്ത്രത്തിൻ്റെ ഭാഗത്തുനിന്ന് അവരുടെ ഭാഗത്തുനിന്ന് ചോദിച്ച കേട്ട അവഹേളനങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒരു വനിത ഇത്രയും ഭൗതികശാസ്ത്രത്തെക്കുറിച്ച് പറയുന്നതിന് എങ്ങനെയാണ് കഴിയുന്നത്? ഇങ്ങനെ വിവിധ രീതിയിലുള്ള അവഹേളനങ്ങൾ ശാസ്ത്രമേഖലയിൽ ഉന്നതിയിൽ നിൽക്കുമ്പോഴും കേട്ട വ്യക്തിയായിരുന്നു മേരി ക്യൂറി. തുടർന്ന് 1935 ഭൗതികശാസ്ത്രത്തിൻ്റെ നോബൽ സമ്മാനം ഐറിൻ ജൂലിയറ്റ് ക്യൂറിക്ക് ലഭിക്കുകയാണ്. ഐറിൻ ക്യൂറിക്ക് കൃത്രിമ റേഡിയോ ആക്റ്റീവത കണ്ടെത്തിയതിനാണ് ഐറിൻ ക്യൂറിക്ക് നോബൽ സമ്മാനം ലഭിക്കുന്നത്. നോക്കൂ, പിയറി ക്യൂറിക്ക് നോബൽ സമ്മാനം, പിയറി ക്യൂറിയും മേരി ക്യൂറിയും ഹെൻറി ബെക്കറലിനോട് ഒപ്പം നേടിയ നോബൽ സമ്മാനം. അപ്പോൾ നോബൽ സമ്മാനം 2 എണ്ണം. പിന്നെ മേരി ക്യൂറിക്ക് തനിയെ രസതന്ത്രത്തിന് നോബൽ സമ്മാനം 1911. 1935 മേരി ക്യൂറിയുടെ മകളായ ജൂലിയറ്റ് ക്യൂറിക്ക് നോബൽ സമ്മാനം ലഭിക്കുന്നു. ഇങ്ങനെ ആകെ എത്ര നോബൽ സമ്മാനമാണ് ആ കുടുംബത്തിലേക്ക് എത്തിയതെന്ന് ആലോചിച്ച് നോക്കൂ. അതിനോടൊപ്പം തന്നെ നോബൽ സമ്മാനം പങ്കിട്ടത് ജൂലിയറ്റ് ക്യൂറിയുടെ ഭർത്താവായ ഫ്രെഡറിക് ക്യൂറി. അപ്പോൾ ചുരുക്കത്തിൽ മേരി ക്യൂറിക്ക് 2 എണ്ണം, പിയറി ക്യൂറിക്ക് 1 നോബൽ സമ്മാനം, അതുപോലെ തന്നെ ഐറിൻ ക്യൂറിക്കും അതുപോലെ തന്നെ ഫ്രെഡറിക് ക്യൂറിക്കും 1 നോബൽ സമ്മാനം. ഇങ്ങനെ 5 നോബൽ സമ്മാനങ്ങൾ നേടിയ നോബൽ കുടുംബമാണ് മേരിയുടെ കുടുംബം. പ്രശസ്തിയിൽ പോലും ദരിദ്രയായി ജീവിച്ച ജേതാവായ ഈ നോബൽ മാതാവ് ദാരിദ്ര്യത്തിൽ ഉഴലുമ്പോഴും മറ്റുള്ളവരെ സഹായിക്കാൻ അവർ കാണിച്ച മനസ്സിനെയും നമുക്ക് അഭിമാനത്തോടെ ഓർക്കാവുന്നതാണ്. ശാസ്ത്ര നേട്ടങ്ങൾ ആരുടെയും കുത്തകയല്ല, അത് സമൂഹ നന്മയ്ക്ക് ഉപകരിക്കേണ്ടതാണ് എന്ന് സ്വയം പ്രഖ്യാപിച്ച് റേഡിയത്തിന് പേറ്റൻറ്റ് എടുക്കാതെ ശ്രമിക്കാതെ പോയ വ്യക്തിയാണ് മേരി ക്യൂറി. റേഡിയത്തിൻ്റെ പേറ്റൻറ്റിന് വേണ്ടി തന്നെ സമീപിച്ച ഒരുപാട് വ്യക്തികളെ തിരിച്ചയച്ചത് ഈ ഒരു വിശ്വാസത്തിൻ്റെ മുകളിലാണ്. ഒരുപക്ഷെ റേഡിയത്തിന് പേറ്റൻറ്റ് മേരി ക്യൂറി എടുത്തിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്ന് വ്യാപകമായ അർബുദ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന വസ്തുവാണ് റേഡിയം. അങ്ങനെ ഒരു പേറ്റൻറ്റ് മേരി ക്യൂറി എടുത്തിരുന്നു എന്നുണ്ടെങ്കിൽ ലോകത്തിലെ സമ്പന്ന കുടുംബങ്ങളിൽ ഒരാളായും ആവുമായിരുന്നു പിയറി കുടുംബവും. ശാസ്ത്ര മേഖലയിൽ നോബൽ സമ്മാനം ലഭിച്ച ആദ്യ വനിത. 2 ശാസ്ത്രശാഖകളിൽ നോബൽ സമ്മാനം നേടിയ ഏക വ്യക്തി.
ശാസ്ത്രത്തിൻ്റെ നോബൽ സമ്മാനം രണ്ട് തവണ നേടിയ ആദ്യത്തെ വ്യക്തി, പാരീസിലെ യൂണിവേഴ്സിറ്റിയിൽ വനിതാ പ്രൊഫസറായ ആദ്യത്തെ വ്യക്തി, അതുപോലെ തന്നെ ഒരു ശാസ്ത്ര കുടുംബത്തിന് 5 നോബൽ സമ്മാനം വീട്ടിലെത്തിച്ച ശാസ്ത്രത്തിൻ്റെ നോബൽ മാതാവ് എന്നീ നിലകളിലെല്ലാം നമ്മുടെ മനസ്സിലുണ്ടാവേണ്ട ഒരു വ്യക്തിയാണ് മേരി ക്യൂറി. മേരി ക്യൂറിയുടെ ചില പ്രശസ്തമായ വാക്കുകൾ നമ്മളെ എന്നും പ്രചോദിപ്പിക്കുന്നതാണ്. ബി ലെസ് ക്യൂറിയസ് അബൌട്ട് പീപ്പിൾ ആൻഡ് മോർ ക്യൂറിയസ് അബൌട്ട് ഐഡിയാസ്. The way to progress was neither swift nor easy. Nothing in the life is to be feared, it is only to be understood. I never see what has been done, I only see what remains to be done. പഠിക്കാൻ കഴിയാതെ പോകുന്ന ഓരോ നിമിഷവും ജീവിതത്തിൽ നഷ്ടപ്പെട്ടതാണ്. പൂർണ്ണത ഒരു മരീചിക മാത്രമാണ്. ഇവയെല്ലാം ഓരോ ശാസ്ത്ര വിദ്യാർത്ഥിയെയും ഓരോ ശാസ്ത്ര വിദ്യാർത്ഥിക്കും പ്രചോദനം നൽകുന്ന മേരി ക്യൂറിയുടെ പ്രശസ്തമായ വാക്കുകളാണ്. ഇന്നത്തെ അവതരണം നിർത്തുന്നു. നന്ദി, നമസ്കാരം.